Hey guys, welcome back to Skillway. It's me Harry. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ മാർക്ക് 85 അയൺമാൻ ഹെൽമെറ്റ് നമ്മൾ ബിൽഡ് ചെയ്യാൻ പോവാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ചാനലിൽ ഒരു അയൺമാൻ ഹെൽമെറ്റ് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാർഡ്ബോർഡ് വെച്ചാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഒരു ഫുള്ളി മോട്ടറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഹെൽമെറ്റ് നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷെ അത് അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ഒന്നുമല്ല. ഓൾമോസ്റ്റ് നമ്മൾ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന മാർക്ക് 85 ഹെൽമെറ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി 3D പ്രിന്റഡ് ഹെൽമെറ്റ് ആണ്. ഒരു ഫിനിഷിംഗ് സ്റ്റേജ് ഒക്കെ ആവുമ്പോൾ ഒരു പെർഫെക്റ്റ് ലുക്ക് ഒക്കെ കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് മാത്രമല്ല, ഈ ഒരു അയൺമാൻ ഹെൽമെറ്റ് നമ്മൾ കംപ്ലീറ്റ്ലി മോട്ടറൈസ്ഡ് ആയിട്ടാണ് ബിൽഡ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ ഫ്രണ്ടിലത്തെ ഫേസ് പ്ലേറ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റുന്ന രീതിയിൽ മോട്ടറൈസ്ഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ 3D പ്രിന്റ് ചെയ്തെടുത്ത മാർക്ക് 85 ഹെൽമെറ്റ്. ഇത് പല പാർട്സ് ആണ് ഈ ഒരു ഹെൽമെറ്റ് എന്ന് പറയുന്നത്. ഇതിനെ ഇപ്പോൾ ഒരുമിച്ച് ചേർത്ത് വെച്ചേക്കാണ്. ഇതിൽ എത്രത്തോളം പാർട്സ് വരുമെന്ന് ഞാൻ ഇത് ഡിസ്മാൻറ്റിൽ ചെയ്ത് കാണിച്ചു തരാം. അതിനൊക്കെ മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം. ഓക്കെ, ഏകദേശം എനിക്ക് കറക്റ്റ് ഫിറ്റാണ്, പെർഫെക്റ്റ് ഫിറ്റാണ്. ഇതിനകത്ത് ഇലക്ട്രോണിക്സും കാര്യങ്ങളും കൂടെ ഒക്കെ ഫിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൂടെ കഴിഞ്ഞിട്ടേ നമുക്ക് പറയാൻ പറ്റൂ. ബട്ട് നൗ ഇറ്റ് ഫിറ്റ്സ് മീ റിയലി വെൽ. ഈ ഒരു മാർക്ക് 85 ഹെൽമെറ്റ് 3D പ്രിന്റ് ചെയ്യാനായിട്ട് എനിക്ക് 6 ദിവസം എടുത്തു. അതായത് സക്സസീവ് 6 days എടുത്തു ഈ ഒരു ഹെൽമെറ്റ് കംപ്ലീറ്റ്ലി പ്രിന്റ് ചെയ്യാനായിട്ട്. മീൻസ് ഒരു പ്രിന്റ് കംപ്ലീറ്റ് ആയ ശേഷം ഉടനെ തന്നെ അടുത്ത പ്രിന്റ് അപ്ലോഡ് ചെയ്ത് പ്രിന്റ് ചെയ്ത് തുടങ്ങി. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രിന്റ് ചെയ്തിട്ട് പോലും എനിക്ക് 6 ദിവസം എടുത്തു ഈ ഒരു ഹെൽമെറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഞാൻ യൂസ് ചെയ്യുന്ന പ്രിന്റർ Enter 3 ആണ്. Enter 3 യൂസ് ചെയ്തിട്ടാണ് ഇതിനെ പ്രിന്റ് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ പ്രിന്റ് ചെയ്തേക്കുന്ന മെറ്റീരിയൽ PLA ആണ്. ഇപ്പൊ ഈ ഒരു ഹെൽമെറ്റ് ആസ് എ സിംഗിൾ പീസ് നിങ്ങൾക്ക് കാണുമ്പോൾ വലിയ കോംപ്ലക്സിറ്റി ഒന്നും ഫീൽ ചെയ്യത്തില്ല. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് പാർട്സ് ഉണ്ട്. ഞാൻ ഡിസ്മാൻറ്റിൽ ചെയ്ത് കാണിച്ചു തരാം. ഇത്രയും പാർട്സ് ആണ് നമ്മുടെ മാർക്ക് 85 ഹെൽമെറ്റിന് വരുന്നത്. ഏകദേശം 7 പാർട്സ് ആണുള്ളത്. ഇത് നമ്മുടെ ഫേസ് പ്ലേറ്റ്, അതുപോലെ തന്നെ ഈ ഒരു പീസും അതേപോലെ തന്നെ ഈ ഒരു പീസും ജോ പോർഷൻ ആണ്. അതായത് ഇതുപോലെ ഇതകത്താണ് ഇങ്ങനെ വരുന്നത്. ഈ ഒരു പ്രിന്റ് അകത്തായിട്ട് ഇതേപോലെ വരും. ബാക്കി ഈ 3 പീസുകൾ എന്ന് പറയുന്നത് തലയുടെ മുകൾ ഭാഗത്തും അതുപോലെ തന്നെ ബാക്ക് സൈഡ് ആയിട്ട് വരുന്ന പീസുകളാണ്. 3ആയിട്ട് പ്രിന്റ് ചെയ്തേക്കാണ്. ചില പാർട്സ്, ഉദാഹരണത്തിന് ഈ 3 പീസുകൾ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ പാർട്ടായിരുന്നു. ഇതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്താണ് പ്രിന്റ് ചെയ്തത്. കാര്യം പറഞ്ഞാൽ ഒറ്റ പാർട്ടായിട്ട് പ്രിന്റ് ചെയ്തിരുന്നെങ്കിൽ അത്രത്തോളം സപ്പോർട്ട്സ് ആവശ്യം വന്നതിന്, അതേപോലെ തന്നെ അത്രത്തോളം ടൈം എടുത്തതിനെ പ്രിന്റ് ആവാനായിട്ട്. സോ കഴിവതും നിങ്ങൾക്ക് സപ്പോർട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവോയ്ഡ് ചെയ്ത് തന്നെ പ്രിന്റ് ചെയ്യുക. അത്യാവശ്യമായ സ്ഥലങ്ങളിൽ മാത്രം സപ്പോർട്ട് യൂസ് ചെയ്ത് പ്രിന്റ് ചെയ്യുക. ഞാൻ പ്രിന്റ് ചെയ്ത ടൈമിൽ ഈ ഒരു ഫേസ് പ്ലേറ്റിനും അതേപോലെ തന്നെ ഈ 2 ജോയുടെ പീസിനും മാത്രമേ സപ്പോർട്ട്സ് യൂസ് ചെയ്ത് പ്രിന്റ് ചെയ്തുള്ളൂ. ബാക്കിയെല്ലാം തന്നെ സപ്പോർട്ട്സ് യൂസ് ചെയ്താണ് പ്രിന്റ് ചെയ്തത്. ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ചെറിയ പ്രിന്റർ ആണെന്ന് വിചാരിക്കുക. ഇതിലുള്ള പാർട്സ് നിങ്ങളുടെ പ്രിന്ററിൽ ഫിറ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പാർട്സിനെ കട്ട് ചെയ്ത് പ്രിന്റ് ചെയ്യാവുന്നതാണ്. ഞാൻ യൂസ് ചെയ്ത പോലെ തന്നെ meshmixer എന്നൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഈ പാർട്സിനെ കട്ട് ചെയ്ത് പ്രിന്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വേണമെന്നുള്ളവർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഹെൽമെറ്റ് പ്രിന്റ് ചെയ്യാനായിട്ട് STL ഫയൽസ് വേണം. ആ STL ഫയൽസ് എന്ന് പറയുന്നത് ആക്യുറേറ്റ് ആയിരിക്കുകയും വേണം. ഇതുപോലുള്ള അയൺമാൻ ഹെൽമെറ്റ്സിന്റെ STL ഫയൽസ് do3d.com, പ്രിന്റബിൾസ് എന്നീ വെബ്സൈറ്റുകളിൽ അവൈലബിൾ ആണ്. പക്ഷെ അതെല്ലാം പെയ്ഡ് ആയിട്ടുള്ള STL ഫയൽസ് ആണ്. എനിക്ക് തോന്നുന്നത് ഏകദേശം $30 കൂടുതലാണ് എല്ലാ STL ഫയൽസും. ബട്ട് സിൻസ് ഐ ഹാഡ് സം ഫ്രണ്ട്സ് ഫ്രം അബ്രോഡ്, STL ഫയൽസ് ഒക്കെ ഈസി ആയിട്ട് കിട്ടി. സോ നിങ്ങൾക്ക് ഈ ഒരു ഹെൽമെറ്റ് 3D പ്രിന്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്താൽ മതി. സോ നമ്മുടെ STL ഫയൽസ് റെഡിയാണ്. ഇനി പ്രിന്റിംഗ് സെറ്റിംഗ്സിലേക്ക് കിടക്കാം. ഞാൻ ആക്ച്വലി പ്രിന്റ് ചെയ്തത് 0.12 mm ലെയർ തിക്നെസ്സിലും അതേപോലെ തന്നെ 30% ഇൻഫില്ലുമാണ്. നിങ്ങൾക്ക് ഇൻഫിൽ കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടാം.
കുറേ കൂടെ സ്ട്രെങ്ത് കിട്ടും നമ്മുടെ ഹെൽമെറ്റിന്. അതേപോലെ തന്നെ ലെയർ തിക്നെസ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറയ്ക്കാൻ കുറേ കൂടെ ക്വാളിറ്റി കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഹെൽമെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ലൈൻസ് ഒരുപാട് കാണാൻ പറ്റും. നല്ലൊരു ബെസ്റ്റ് ഫിനിഷിംഗ് ഒന്നുമല്ല, ഒരു സ്റ്റാൻഡേർഡ് ഫിനിഷിംഗ് മാത്രമാണ്. ഈ ഒരു ഹെൽമെറ്റിനെ നമ്മൾ ഇനി കുറേ പ്രോസസ്സ് ചെയ്ത് സാൻഡിങ്ങും അതുപോലെ തന്നെ ഫില്ലർ പെയിന്റും അങ്ങനെ ഒരുപാട് പ്രോസസ്സ് ഒക്കെ ചെയ്ത് ലാസ്റ്റ് ബെസ്റ്റ് ഫിനിഷിംഗിലേക്ക് കൊണ്ടുവരണം. കുറേ കൂടെ ക്വാളിറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് 0.06 mm അല്ലെങ്കിൽ സൂപ്പർ ക്വാളിറ്റിയിലോ നല്ല പ്രിന്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഹെൽമെറ്റ് നമ്മൾ ഉടനെ തന്നെ ഇതിന്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്ത് മോട്ടറൈസ്ഡ് ആക്കുന്നതായിരിക്കും. ഹെൽമെറ്റിന്റെ പ്രിന്റിംഗ് റിഗാർഡ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി ഈ ഒരു വീഡിയോ മേക്ക് ചെയ്തത്. സോ ഗൈസ്, ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ ഫോർ യു. നെക്സ്റ്റ് വീഡിയോയിൽ പെട്ടെന്ന് തന്നെ കാണാം. ടിൽ ദെൻ ബൈ ബൈ.